ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മലയാളം ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പദശുദ്ധി എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത് 380 വാക്കുകൾ കഴിഞ്ഞു. അതുപോലെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള SSCERT മലയാളം ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളം വേർഡ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പദശുദ്ധിയിൽ നിന്നുള്ള കുറച്ചും കൂടി വാക്കുകളും അതുപോലെ തന്നെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് മലയാളം വേർഡ്സുകളും കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമ്മൾ പദശുദ്ധി തൽക്കാലത്തേക്ക് നിർത്താൻ പോവാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 400ഓളം വാക്കുകൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സും. അപ്പോൾ ഒരു 500+ വാക്കുകൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊന്നും ഒരു വേർഡ് തന്നെ ആയിരിക്കും നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഉണ്ടാവാന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 381ാമത്തെ വാക്കാണ്. എന്താണ്? ശ്മശാനം. എങ്ങനെയാണ് ശ്മശാനം എന്ന് എഴുതാമെന്ന് എഴുതി നോക്കൂ. ആണ് കേട്ടോ. ശ്മശാനം. ക്ലിയർ? ശ്മശാനം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വേർഡ് നിങ്ങൾ ആദ്യം കേൾക്കുക, എഴുതി നോക്കുക, അതിന്റെ ശേഷം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സഞ്ജീവനി. എങ്ങനെയാണ് സഞ്ജീവനി എന്ന് എഴുതാം? പിന്നെ ഒരു ജീവനി വേണം കേട്ടോ. ഇതാണ് സഞ്ജീവനി. ക്ലിയർ? 383ാമത്തെ വേർഡിലേക്ക് നമ്മൾ കടക്കാണ്. സ്വയം രക്ഷ. എങ്ങനെയാണ് സ്വയം രക്ഷ എന്ന് എഴുതാം? സ്വയം രക്ഷ. ക്ലിയർ? സ്വയം രക്ഷ. 384. ഹാർദം. എങ്ങനെയാണ് ഹാർദം എന്ന് എഴുതാ? ഹാർദം. ക്ലിയർ? ഹാർദം. ക്ലിയർ? 385ാമത്തെ വാക്ക് ഹ്രസ്വം. ഹ്രസ്വം എന്നൊന്ന് എഴുതി നോക്കൂ. ഹ്രസ്വം. ക്ലിയർ? ഹ്രസ്വം. 386. സമ്രാട്ട്. എങ്ങനെയാണ് സമ്രാട്ട് എന്ന് എഴുതാ? സമ്രാട്ട്. ഇങ്ങനെയാണ് കേട്ടോ സമ്രാട്ട് എന്നുള്ള വേർഡ്. 387. അഷ്ടപതി. അഷ്ടപതി എഴുതി നോക്കൂ. ഈ അഷ്ടപതിയിൽ ഒരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ അഷ്ടപതി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അറിയാതെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അഷ്ടപതി എന്നുള്ളത് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട്. അഷ്ടപതി. ഇങ്ങനെയാണ് അഷ്ടപതി എന്ന് എഴുതാട്ടോ. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷെ സെക്കൻഡ് ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അഷ്ടപതി. ഇനി സ്രഷ്ടാവ്. സ്രഷ്ടാവ് എന്നും നമ്മൾക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞ വേർഡായിരുന്നു. അപ്പൊ സ്രഷ്ടാവ് എന്ന് എങ്ങനെയാണ് എഴുതാ? സ്രഷ്ടാവ്. ക്ലിയർ? അപ്പൊ സ്രഷ്ടാവ്. അപ്പൊ അത് രണ്ടും നന്നായിട്ട് ഓർത്ത് വെക്കട്ടാ. അഷ്ടപതി, സ്രഷ്ടാവ്. നെക്സ്റ്റ് 389ാമത്തെ വാക്കിലേക്ക് കിടക്കാണ്. ഭ്രഷ്ട് എന്ന് എഴുതി വെക്കൂ. ഭ്രഷ്ട് എന്ന്. ഓക്കെ, ഭ്രഷ്ട്. 390. ശ്വാസോച്ഛ്വാസം. എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം എന്ന് എഴുതി വെക്കൂ. ശ്വാസോച്ഛ്വാസം. ഇങ്ങനെയാണ് കേട്ടാ. ശ്വാസോച്ഛ്വാസം. ക്ലിയർ? 391. ആഡംബരം. നമ്മൾ എഴുതിയത് തന്നെയായിരിക്കും, ഒന്നും കൂടി എഴുതി പഠിക്കട്ടാ. ആഡംബരം. ക്ലിയർ? നെക്സ്റ്റ് 392. എന്താണ്? ഓമനത്തം. എങ്ങനെയാണ് ഓമനത്തം എന്ന് എഴുതാ? ഓമന വേണം, പിന്നെ ഒരു തം കൂടി വേണം. ഓമനത്തം. ക്ലിയർ ആണല്ലോ? 393ാമത്തെ വാക്ക് ആഢ്യത്വം എന്ന് എഴുതി നോക്കൂ. ആഢ്യത്വം. എങ്ങനെയാണ് ആഢ്യത്വം എന്ന് എഴുതാ? ആഢ്യത്വം. ക്ലിയർ? ആഢ്യത്വം. 394ാമത്തെ വാക്ക് നീഢം. നീടം. നീടൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു തവണ
അർത്ഥത്തില് വന്നിട്ടുള്ള ഭാഗമാണ് നീടം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നീടം. നെക്സ്റ്റ് നിഷ്ഠൂരം. എങ്ങനെയാണ് നിഷ്ഠൂരം എന്ന് എഴുതുക? നിഷ്, ഓക്കെ, പിന്നെ ഒരു ടൂരം, നിഷ്ഠൂരം. 396 വാക്കാണ് വാഗർത്ഥം. എങ്ങനെയാണ് വാഗർത്ഥം എന്ന് എഴുതുക? വാഗർത്ഥം. ക്ലിയർ? വാഗർത്ഥം. ക്ലിയർ ആയോ വാഗർത്ഥം എന്നുള്ള വാക്ക്? നെക്സ്റ്റ് ചുവര്. എങ്ങനെയാണ് ചുവര് എന്ന് എഴുതുക? അതൊക്കെ കേൾക്കുമ്പോൾ സിമ്പിൾ ആയി തോന്നും, പക്ഷെ ചുവര് എന്നാണ് കേട്ടോ എഴുതുക. ചുവര്. ക്ലിയർ? 398. ചൈതന്യം. എങ്ങനെയാണ് ചൈതന്യം എന്ന് എഴുതുക? ചൈ വേണം, പിന്നെ ഒരു ധന്യവും കൂടി വേണം. എങ്ങനെയാണ്? ചൈതന്യമാണ് കേട്ടോ, ചൈതന്യം. ഓക്കെ. നെക്സ്റ്റ് സ്ഫുടം. ഒന്ന് എഴുതി നോക്കൂ, സ്ഫുടം. സ്ഫുടം. ക്ലിയർ? സ്ഫുടം. ഓക്കെ, നമ്മളെ 399 കഴിഞ്ഞു. 400ാമത്തെ വാക്കെത്തിട്ടോ ഗൈസ്. 400ാമത്തെ വേർഡാണ് സ്ഫോടനം. എങ്ങനെയാണ് സ്ഫോടനം എന്ന് എഴുതുക? സ്ഫോടനം. ക്ലിയർ? അപ്പൊ നമ്മള് 400 വാക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. 400-ൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം 400ഓളം വാക്കുകൾ പദശുദ്ധിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ 9ാം ക്ലാസ് SSCRT ടെക്സ്റ്റ് ബുക്ക് മലയാളം വരെ നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാന്ന് മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം, നല്ല റാങ്കോട് കൂടി ജോലിക്ക് കയറുക. അതിന് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക. ഓക്കെ. അപ്പൊ 381ാമത്തെ വാക്ക് എന്താണ്? ശ്മശാനം. ഓക്കെ. ശ്മശാനം, സഞ്ജീവനി, സ്വയം രക്ഷ, ഹാർദം, ഹ്രസ്വം, സമ്രാട്ട്, അഷ്ടപതി, സ്രഷ്ടാവ്, ഭ്രഷ്ട്, ശ്വാസോച്ഛ്വാസം. ഓക്കെ. ശ്വാസോച്ഛ്വാസം, ആഡംബരം, ഓമനത്വം, ആഢ്യത്വം, നീഢം, നിഷ്ഠൂരം, വാഗർത്ഥം, ചുവര്, ചൈതന്യം, സ്ഫുടം, സ്ഫോടനം. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മളുടെ പദശുദ്ധി ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ ഏതാനും വേർഡ്സും കൂടി പഠിച്ചാൽ നമ്മളുടെ പദശുദ്ധി കഴിഞ്ഞു. ഇനി നമ്മൾ പദശുദ്ധിയെ റിലേറ്റ് ചെയ്ത് ഒരൊറ്റ ക്ലാസ്സേ ചെയ്യുള്ളൂ. അത് നമ്മൾ പ്രീവിയസ് ഇയറിലെ PYQ ക്വസ്റ്റ്യൻസ് ഒരു 100ഓളം ക്വസ്റ്റ്യൻസ്, 100 ഉണ്ടോന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല, കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇയറിലും ചോദിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് തന്നെ പദശുദ്ധി തീർത്തു എന്ന് വേണം പറയാന്. ബാക്കിയുള്ള വേർഡുകൾ ഇനി എക്സ്ട്രാ നമുക്ക് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് 10th SSCRT മലയാളം ബുക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ. കണ്ട വാക്കുകൾ തന്നെയായിരിക്കും കേട്ടോ. പ്രൗഢവനിത എന്നൊരു വാക്കുണ്ട് കേട്ടോ മലയാളത്തിലെ. പ്രൗഢവനിത എങ്ങനെ എഴുതാ? പ്രൗഢ വനിത. വനിത ഓക്കെയാണ് അല്ലെ? പ്രൗഢ വനിത. ക്ലിയർ? ശ്രദ്ധാഞ്ജലി. എങ്ങനെയാണ് ശ്രദ്ധാഞ്ജലി എന്ന് എഴുതാ? ശ്രദ്ധ, പിന്നെ നമ്മള് ജലി. ജലി മറക്കാൻ പാടില്ല കേട്ടോ, അത് നമ്മൾ പഠിച്ചതാണ് അഞ്ജലിയിലൊക്കെ. ഓക്കെ. ശ്രദ്ധാഞ്ജലി. നെക്സ്റ്റ് വിശ്രാന്തി. എങ്ങനെയാണ് വിശ്രാന്തി എന്ന് എഴുതാ? വി, പിന്നെ ഒരു ശ്രാ വേണം, ഒരു ന്തിയും വേണം. ഓക്കെ. വിശ്രാന്തി. അടുത്ത വാക്കാണ് നിശബ്ദം. നമ്മൾ പഠിച്ചതാണ് നിശബ്ദം. നിശബ്ദം. ഓക്കെ. നിശബ്ദം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നിജം. നിജം എന്നൊരു വാക്ക്. നിജം. ഓക്കെ. നെക്സ്റ്റ് കണ്ടം. ഒന്ന് എഴുതി നോക്കൂ. കണ്ടം. കണ്ടം നമ്മൾ പഠിച്ചതാണ് അല്ലെ? കണ്ടം. നെക്സ്റ്റ് അഖിലം. അഖിലം എങ്ങനെ എഴുതാ? അഖിലം. ക്ലിയർ? അഖിലം. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വാക്കാണ് ആഡംബരം. അപ്പൊ ആഡംബരത്തിന് നല്ല പ്രാധാന്യം ഉണ്ട് കേട്ടോ. ആഡംബരം. ക്ലിയർ? ആഡംബരം.
നെക്സ്റ്റ് സാന്ത്വനം. എങ്ങനെയാണ് സാന്ത്വനം എന്ന് എഴുതാം? സാന്ത്വനം സീരിയൽ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലെ, സാന്ത്വനം. നെക്സ്റ്റ് ശ്രേഷ്ഠ. എങ്ങനെയാണ് ശ്രേഷ്ഠ എന്ന് എഴുതാം? ശ്രേഷ്ഠ. ഓക്കെ, ശ്രേഷ്ഠ. നെക്സ്റ്റ് ശ്രവണം. ഒന്ന് എഴുതി നോക്കൂ ശ്രവണം എന്ന്. ശ്രവണം. ക്ലിയർ? ശ്രവണം. അടുത്ത വേർഡ് 12ാമത്തെ വേർഡ് തപശ്ചര്യ. എങ്ങനെയാണ് തപശ്ചര്യ എന്ന് എഴുതാ? തപശ്ചര്യ. ക്ലിയർ? തപശ്ചര്യ. ഓക്കെ, നെക്സ്റ്റ് മൂഢാചാരം. എങ്ങനെയാണ് മൂഢാചാരം എന്ന് എഴുതാ? മൂഢാചാരം. ഒന്നും കൂടി എഴുതി നോക്കൂ, ഒന്നും കൂടി എഴുതി നോക്കൂട്ട. മൂഢാചാരം വിട്ടുപോകരുതേ. മൂഢാചാരം. മൂഢാചാരം. ചാരാണ് കേട്ടോ, ചാരം. മൂഢാചാരം. മൂഢാചാരം. അസ്തമയം പഠിച്ചതാണ്. അസ്തമയം. 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 നെക്സ്റ്റ് ചൂടാമണി. ഒന്ന് എഴുതി നോക്കൂ ചൂടാമണി. എങ്ങനെയാണ് ചൂടാമണി എന്ന് എഴുതാം? ചൂടാമണി. ക്ലിയർ? അടുത്ത വേർഡാണ് അടിമത്തം. പഠിച്ചതാണ് അടിമത്തം. എങ്ങനെയാണ് അടിമത്തം എന്ന് എഴുതാം? അടിമത്തം. അടിമത്തം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്രയും വേർഡുകളാണ് പുതുതെന്ന് പറയല്ല, ഇതിൽ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ്. ഓക്കെ, പ്രൗഢവനിത, ശ്രദ്ധാഞ്ജലി, ശ്രദ്ധാഞ്ജലി, വിശ്രാന്തി, നിശബ്ദം, നിജം, കണ്ഠം, അഖിലം, ആഡംബരം, സാന്ത്വനം, ശ്രേഷ്ഠ, ശ്രവണം, തപശ്ചര്യ, മൂഢാചാരം, അസ്തമയം, ചൂടാമണി, അടിമത്തം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ 10th വരെയുള്ള SSCRT മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു 400 വേർഡ്സ് എക്സ്ട്രാ നമ്മൾ കണ്ടിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരു PYQ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതൊന്ന് നമ്മളൊരു 80+ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ ടോപ്പിക്കും ഇത്രയെങ്കിലും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കോൺഫിഡൻസോട് കൂടി പോയിട്ട് എക്സാം ഹാളിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം, പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക.